നമസ്കാരം. ജനുവരി മാസത്തിൽ 27 നാളുകാരിലും സ്വാധീനം ചെലുത്തുന്നതായ ബുധാദിത്യ രാജയോഗം രൂപപ്പെടുകയാണ്. ജനുവരി 4 ധനുരാശിയിൽ ബുധൻ സംക്രമിക്കുന്നതാകുന്നു. ഈ സമയം സൂര്യനും ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പലപ്പോഴും ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നതാകുന്നു. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ മികച്ചതായ സമയം തന്നെയാണ് വന്നു ചേരുക. പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. പലപ്പോഴും ഗ്രഹങ്ങളുടെ ചലനവും സംയോജനവുമാണ് രാജയോഗത്തിന് കാരണമാകുന്നത്. ഇത്തരത്തിൽ പലവിധ ഗുണാനുഭവങ്ങളും ഐശ്വര്യങ്ങളും നിറയുന്ന ബുധാദിത്യ രാജയോഗം മൂലം ഏതെല്ലാം രാശിക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാകുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗം ഇവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾക്കും കാരണമായി തീരാം. ഇവർ ജീവിതത്തിൽ പല വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും പലവിധ തിരിച്ചടികളും വേണ്ടപ്പെട്ടവരിൽ നിന്നോ അല്ലാതെയോ നേരിടുന്നവരാണ്. മനസ്സിൽ പലപ്പോഴും വിഷമങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നു. എന്നാൽ ആ വിഷമങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുകയോ നിങ്ങൾക്ക് വേണ്ടതായ പിന്തുണ ശരിയായ സമയത്ത് ലഭിക്കുകയോ ചെയ്യാത്തതായ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വരുന്നതായ ഒരു സമയമായി തന്നെ മാറും. കാരണം മികച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. വ്യത്യസ്തമായ ഉയർന്ന ഫലങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാം. തന്മൂലം അത് പല കാര്യങ്ങളെയും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതിന് സഹായകരമായി തീരും. നിങ്ങൾ ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം. അത് നടക്കില്ല, അല്ലെങ്കിൽ ആ കാര്യം മൂലം എനിക്ക് ലാഭം വന്നു ചേരില്ല എന്ന് വിചാരിക്കുന്ന പലവിധ കാര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ ആ കാര്യങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകാം. അപ്രതീക്ഷിതമായ കാര്യങ്ങളിൽ നിന്ന് പോലും ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് ഒഴിവാക്കുവാൻ നിങ്ങൾ പാടുള്ളതല്ല. അതേക്കുറിച്ച് അല്പം കൂടി ചിന്തിച്ച് മാത്രമേ അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ. പലവിധ പിന്തുണകൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. പലപ്പോഴും പിന്തുണ ലഭിക്കാത്തതിനാൽ പലപ്പോഴും വിഷമങ്ങൾ അനുഭവിച്ച് പോന്നിട്ടുള്ളവരാണ് നിങ്ങൾ. ശരിയായ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പിന്തുണ ലഭിക്കുകയാണ് എങ്കിൽ അത് പലവിധ നേട്ടങ്ങൾക്കും കാരണമായാനേ എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ ആ ലഭിക്കാത്തതായ പിന്തുണ ഇപ്പോൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയും അത് വഷളാകുന്നതായ അവസ്ഥയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. നിലവിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിസാരമായി പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല വിധത്തിലും അഭിനന്ദനങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട് പല വിധത്തിൽ ശ്രമിക്കുന്നു എങ്കിൽ പോലും ഒന്നും ശരിയാകാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങി പോവുകയോ അനുകൂലമല്ലാത്തതായ കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യുന്നതായ അവസ്ഥയ്ക്ക് അല്പമെങ്കിലും മാറ്റങ്ങൾ വന്നു ചേരാം. പലവിധ യാത്രകൾ ചെയ്യേണ്ടതായി വരും എങ്കിൽ പോലും അതിൽ ചിലതെങ്കിലും അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ആ യാത്രകൾ ഒന്നുകൂടി ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കണം. ആ യാത്രകൾ തങ്ങൾക്ക് അനുകൂലമാകുമോ അത്തരം ചിന്തിച്ചതിന് ശേഷം ആ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. കാരണം അലച്ചിൽ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ശരിയായ യാത്രകൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾക്ക് വിജയവും സൗഭാഗ്യവും നൽകും.
കൂടാതെ ഈ സമയം പല വിധത്തിൽ സമ്മാനങ്ങൾ ലഭിക്കാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ടും സമ്മാനങ്ങൾ ലഭിക്കാം. കൂടാതെ ഈ സമയം മികച്ചതായ ജോലി സാഹചര്യങ്ങൾ, ജോലി അന്തരീക്ഷം നിങ്ങൾക്ക് വന്നു ചേരും. പരിപൂർണമായ പിന്തുണ ജീവിതത്തിൽ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അത് മേലുദ്യോഗസ്ഥരുടെയും ആകാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് ബുധാദിത്യ രാജയോഗം മൂലം മികച്ചതായ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കന്നിക്കൂറുകാർക്ക് പൊതുവിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രധാനമായും ധനപരമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. പണം ആവശ്യമുണ്ട്, എന്നാൽ ആ പണം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥയോ, ലഭിക്കേണ്ടതായ ആ ധനം തടസ്സങ്ങളാൽ നീണ്ടു പോകുന്നതായ അവസ്ഥയോ ഉണ്ട്. അതിനാൽ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരുകയാണ് എങ്കിൽ അത് ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരു വഴി കണ്ടെത്തി മുന്നോട്ട് പോകുവാനോ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അതിനാൽ മികച്ച ഫലങ്ങൾ ഈ രാജയോഗം അഥവാ ബുധാദിത്യ രാജയോഗം നിങ്ങൾക്ക് നൽകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പലവിധ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ കഴിവിന് അനുസരിച്ചുള്ള ബഹുമാനം, അംഗീകാരങ്ങൾ മറ്റുള്ളവർ നൽകുന്നില്ല എന്നത് നിങ്ങളെ പലപ്പോഴും വിഷമിപ്പിക്കുന്നതായ കാര്യമാകുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ വഴിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും വീട്ടിൽ നിന്ന് പോലും ചില തെറ്റിദ്ധാരണകളാൽ വഴക്കിന് കാരണമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ നിന്നും പലവിധ മാറ്റങ്ങൾ വന്നു ചേരുകയും മികച്ചതായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുകയും ചെയ്യും. അത് ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും മികച്ചതായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ധനപരമായ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതിനോ മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നതിനോ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലുള്ള പലവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകളുണ്ട്. സ്നേഹത്തിൽ പോകുന്നതായ സാഹചര്യത്തിൽ പലപ്പോഴും വഴക്ക്, ഐക്യമില്ലാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു എങ്കിൽ പോലും വിജയത്തിൽ എത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അത്തരം പ്രശ്നങ്ങൾ, ആ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരവും ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢമാകുന്നതായ സാഹചര്യവുമാണ് വന്നു ചേരുക. ഗുണപ്രദമായ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. കാരണം മനസ്സ് മടുത്തു പോകുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് വാക്തർക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾക്ക് പോകുന്നതായ അവസ്ഥ, അവർ കൊണ്ടുപോകുന്നതായ അവസ്ഥ. അത്തരത്തിൽ പലവിധ കാര്യങ്ങൾ കൊണ്ടും മനസ്സ് മടുത്തു എങ്കിൽ പോലും അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ബുധാദിത്യ രാജയോഗം ധൈര്യം നൽകും, അവസരങ്ങൾ നൽകും. അതിനാൽ തന്നെ ഈ സമയം മാറ്റങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും പല കാര്യങ്ങളും നിസാരവൽക്കരിക്കുന്ന പ്രശ്നം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അലസതയാൽ പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ആ നേട്ടങ്ങൾ കൊയ്യണം. അല്ലെങ്കിൽ ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ എനിക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരണം. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമായ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ചിലവിന് അനുസരിച്ച് വരുമാനം വർദ്ധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്.
അതിനാൽ കൈകളിൽ പണം നിൽക്കാത്തതായ അവസ്ഥ, ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. കൈകളിൽ അല്പം പണം നിൽക്കുന്നതായ സാഹചര്യങ്ങൾ, അത് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നത് മൂലവുമാകാം. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. സഹായധനം പ്രതീക്ഷിക്കുന്നതായ സഹായധനം, താൽക്കാലികമായ ആവശ്യത്തിന് പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സന്തോഷം നൽകുന്നതായ ജീവിതം, അനുകൂലമായ ചില കാര്യങ്ങൾ ഈ സമയം കുടുംബത്തിന് നൽകുവാൻ സാധിക്കും. അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. മറ്റൊരു രാശി തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. ബുധാദിത്യ രാജയോഗം തുലാക്കൂറിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിലെ അനുകൂലമായ സമയത്തിലൂടെ മുന്നോട്ടു പോകുവാൻ സഹായകരമായി തീരും. ശുഭകരവും ഏറ്റവും മികച്ചതുമായ അവസരങ്ങൾ വന്നു ചേരും. തന്മൂലം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മനസമാധാനം ഇല്ലാത്തതായ സാഹചര്യങ്ങൾ, കൂടാതെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ഏൽക്കേണ്ടതായി വരുന്ന അവഗണന, കുറ്റപ്പെടുത്തലുകൾ, പലവിധ തർക്കങ്ങൾ, ഇവയെല്ലാം ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ വഴികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, എന്ത് ചെയ്താലും വിചാരിച്ച ആ പൂർണ്ണത ലഭിക്കാത്തതായ അവസ്ഥ, പല കാര്യങ്ങളും തടസ്സങ്ങളാൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് പല വഴികളിലൂടെയും വന്നു ചേരാം. നിങ്ങൾ വളരെ കാലമായി ശ്രമിക്കുന്നതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം വന്നു ചേരാം. സഹായം, താൽക്കാലികമായ ആശ്വാസം, അതിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാം, സഹായമായി ലഭിക്കാം. അല്ലെങ്കിൽ നൽകിയിരിക്കുന്നതായ കടബാധ്യതകൾ, മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ കടം നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും അത് നിങ്ങളുടെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കോ മറ്റു പ്രശ്നങ്ങൾക്കോ ആശ്വാസമായി മാറുക തന്നെ ചെയ്യാം. ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാകാം. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിൽ എത്തിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. തന്മൂലം അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പല പുരോഗതിയും കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസ്ഥ. അതിനാൽ കഷ്ടകാലം എന്ന ജീവിതത്തിലെ ഏറ്റവും മോശമായ ആ സാഹചര്യത്തിൽ നിന്നും അല്പം ഉയരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് പുരോഗതി ദൃശ്യമാകുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും വെച്ചടി കയറ്റം പ്രതീക്ഷിക്കാം. അത് നിങ്ങളുടെ തൊഴിൽപരമാകാം, ബിസിനസ് പരമാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിലിടത്ത് നിങ്ങൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ ഐക്യമില്ലാത്തതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. പലപ്പോഴും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വളരെയധികം കഷ്ടപ്പെടുകയും അതിൽ പരാജയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത് വളരെ വേദനാജനകമായ സാഹചര്യമാണ് എങ്കിലും അത് നിങ്ങൾക്ക് കേൾക്കേണ്ടതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുവാൻ നിങ്ങൾ ശ്രമിക്കുക. ചില വ്യക്തികൾ നിങ്ങളെ ചതിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അവർ
മോഹനമായ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ ചതിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ബുധാദിത്യ രാജയോഗത്തിന്റെ ഗുണഫലങ്ങളാൽ അത്തരം കാര്യങ്ങളെയും അത്തരം പ്രവൃത്തികളെയും വ്യക്തികളെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് രൂപപ്പെടുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ്. അതിനാൽ വന്നു ചേരുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നതോ കാണുന്നതോ ആയ പ്രവൃത്തികൾ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും. അതിനാൽ അതേക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈശ്വരനായി തന്നെ നൽകുന്ന ഈ അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക.